ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്നൊരു നോർത്ത് ഇന്ത്യൻ വോട്ടൈറ്റിനിടെ കണ്ടാലോ. രാവിലെ തന്നെ നമ്മൾ പോകുന്ന മെസ്സിലേക്കാണ്. മെസ്സിൽ നിന്ന് 2 ആലു പൊറോട്ടയും 2 മുട്ട എടുത്ത ശേഷം കുറച്ച് ബദാമും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ച് നമ്മൾ നേരെ ക്ലാസ്സിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് റസ്ക് കഴിച്ചു. റസ്ക് ഞാനങ്ങനെ കഴിക്കില്ലെങ്കിലും പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 1:30 അവസ്ഥയാണിത്. ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് ഹോസ്റ്റലിലേക്ക് പോകണേ. എന്താ തണുപ്പെന്നറിയോ, കാരണം ഇവിടെ വിൻ്റർ ആണല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ തണുത്ത് കുറച്ച് ഹോസ്റ്റലിലെത്തിയപ്പോൾ ഇവിടെ കദ്ദു കി സബ്സിയാണ്, നമ്മളെ നാട്ടിലൊരു മത്തൻ കറി എന്ന് പറയാം. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ളത് കടി പക്കോടയാണ്. കടി പക്കോട എന്ന് വെച്ചാൽ ഒരു മോര് കറി പോലത്തെ സാധനം. അത് കഴിഞ്ഞിട്ടുള്ളത് തൈര്. ഈ മോര് കറീൻ്റെ കൂടെ എന്തിനാ തൈര് എന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ കുറച്ചെടുത്ത ശേഷം കുറച്ച് ചോറും 2 ചപ്പാത്തിയും കൂടെ എടുത്ത് ഞാൻ നേരെ റൂമിലേക്കാണ് പോകുന്നത്. എനിക്ക് റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള പോലെ കഴിക്കാമല്ലോ. അങ്ങനെ റൂമിലെത്തിയിട്ട് കുറച്ച് അച്ചാറും ചോറും തൈരൊക്കെ കൂടി ഞാൻ ലാവിഷായിട്ട് കഴിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു പാക്കറ്റ് കേക്കും കഴിച്ചു. അങ്ങനെ നോക്കിയിരുന്ന് 4 മണിയായപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് വിട്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്ന ഹോസ്റ്റലിലേക്കാണ്. ഹോസ്റ്റലിലെത്തി കഴിഞ്ഞ് എല്ലാവരും ഒരു ഗ്ലാസ് ചായ കുടിച്ചു. ഇന്ന് ചായക്ക് സ്നാക്സിന് എന്താണെന്നറിയോ? പാറ്റീസാണ്. ഈ പാറ്റീസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പപ്സിൻ്റെ വേറൊരു ഐറ്റം. അങ്ങനെ പാറ്റീസും കഴിച്ച് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കൂടെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരത്തെ പരിപാടി കഴിഞ്ഞു. ഇനി രാത്രി 8:30 ഡിന്നറിന് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് പുലാവ് ഉണ്ട്, പനീർ കറി ഉണ്ട്, പിന്നെ ജിലേബി ഉണ്ട്. ഈ ജിലേബി ഒന്നും ഡെയിലി ഉണ്ടാവില്ല കേട്ടോ, ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും. അങ്ങനെ ഇതൊക്കെ കൂടെ എടുത്ത ശേഷം കുറച്ച് ചെമ്മീൻ അച്ചാറും കൂടെ എടുത്ത് ഞാൻ കഴിക്കാൻ പോകണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.